ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ജ്യൂസ് നമ്മൾ ഒരാഴ്ച ഒന്ന് കറക്റ്റായിട്ട് ശീലമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്, അതുപോലെ നമ്മുടെ സ്കിൻ കളർ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ഐ ഹെൽത്തും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും എല്ലാം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരാൾക്ക് കുടിക്കാനുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ക്യാരറ്റും ഒരു 4 ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വേറെ ഷുഗർ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്യാരറ്റൊക്കെ നല്ല ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിലുള്ള വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും ഒക്കെ നമ്മുടെ സ്കിൻ കളർ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് നമുക്ക് ഇതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അരയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസൊക്കെ ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് ഒരു കപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജ്യൂസ്, ആ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കേണ്ട. ഈ ജ്യൂസിന് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇതിങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്യണം. നമ്മളിത് അരിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അരിച്ച് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു നാരിലുള്ള ആ ഫൈബറൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അരിക്കാതെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.